ശ്രീ എൻ ശ്രീകുമാർ 25 ദിവസത്തെ കാത്തിരിപ്പുണ്ട് വോട്ടിടലിനും ഇപ്പോൾ വോട്ടെണ്ണലിനും ഇടയിൽ. ആ 25 ദിവസത്തെ കാത്തിരിപ്പിൽ താങ്കൾ ഏറെക്കുറെ സമയം ഈ ചാനൽ ചർച്ചകളിൽ ചെലവഴിച്ചത് മുഖ്യമന്ത്രിയാകാനുള്ള കോൺഗ്രസിലെ ആളുകളുടെ തർക്കം അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലായിരിക്കും. എന്തായാലും ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. ഏറ്റവും അവസാനവും 85-ന് മുകളിൽ തരംഗമുണ്ടെങ്കിൽ 100-നടുത്ത് സീറ്റുകൾ നേടി അധികാരത്തിൽ എത്തുമെന്ന വലിയ ആത്മവിശ്വാസമാണ് നേതാക്കൾ പ്രകടിപ്പിക്കുന്നത്. ഇനി യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള സമീപനങ്ങൾ ആകാമെന്ന് കരുതുന്ന മണിക്കൂറുകളാണ്. ഈ ഘട്ടത്തിൽ UDFന്റെ തിരിച്ചുവരവിന് ആത്മവിശ്വാസം പകരുന്ന എന്തൊക്കെ ഘടകങ്ങൾ ഉണ്ട് എന്ന് താങ്കൾ കരുതുന്നു? നോക്കൂ ശ്രീമതി രേണുക, UDFന്റെ തിരിച്ചു വരുന്നതിനെ കുറിച്ച് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ല. കാരണം തിരിച്ചു വരണോ വേണ്ടേ എന്നുള്ളതൊക്കെ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പം നമ്മൾ പഴയ കാലത്ത് എന്തെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ ആനുകൂല്യങ്ങളോ അങ്ങനെ ഒരുപാട് വിഷയങ്ങളോ ഒന്നും ചർച്ച ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇപ്പോൾ ഉള്ളത് പെട്ടിയിലായ വോട്ട് നാളെ പുറത്തേക്ക് വരുമ്പോൾ ആര് ജയിക്കും എന്നുള്ളതാണ്. അതിലിപ്പോ ശ്രീ അൻവർ ഷാ പാലോട് പറഞ്ഞ അവരുടെ ഒരു താല്പര്യം, അവരുടെ സ്ത്രീകളൊക്കെ അവർക്കൊപ്പമാണ് നിൽക്കുന്നത്, അതുപോലെ അവരുടെ നല്ല കാര്യങ്ങളൊക്കെ സ്ത്രീകളും അതുപോലെ വോട്ടർമാരൊക്കെ അംഗീകരിച്ചു എന്നൊക്കെ അവർ പറയുന്നു. പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മാത്രം നമ്മൾ കാര്യങ്ങൾ വിലയിരുത്തുകയാണെങ്കിൽ LDF 10 വർഷം ഭരിച്ചതിന് ശേഷം ഉണ്ടാക്കിയെന്ന് പറയുന്ന നേട്ടങ്ങൾ എന്ന് വെച്ചാൽ അവർക്കൊരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതി ഉണ്ടായിരുന്നില്ല, അവർക്കൊരു മുഖ്യമായ ഒരു പൊക്കി കാണിക്കാൻ പറ്റാവുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല, ഉയർത്തി കാണിക്കാൻ പറ്റാവുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല. അവർക്കുള്ളത് അവർ സാധാരണ ഒരു ഗവൺമെന്റ് ചെയ്യേണ്ട ദൈനംദിന കാര്യങ്ങൾ മാത്രമാണ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ തന്നെ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം നടപ്പാക്കാനുമായില്ല. ക്ഷേമ പെൻഷൻ കൃത്യമായി 2500 കൊടുക്കുമെന്ന് പറഞ്ഞ് അതിലേക്ക് എത്തിക്കാനും കഴിഞ്ഞില്ല. അപ്പോഴാണ് UDF ഒരു ഇന്ദിരാ ഗ്യാരണ്ടിയുമായിട്ട് 5 ഗ്യാരണ്ടി, ഈ 5 ഗ്യാരണ്ടി വന്ന ശേഷം അതിന്റെ ബദലായിട്ട് എന്തെങ്കിലും വയ്ക്കാൻ LDFന് കഴിഞ്ഞില്ല. അതോടുകൂടി കേരളത്തിലെ LDFന് അവരുടെ അജണ്ട നിശ്ചയിക്കുന്നതിന് അവർ പിന്നാക്കം പോകേണ്ടി വന്നു. നേട്ടങ്ങളൊന്നും പറയാനുമില്ല, എന്നാൽ പുതിയ അജണ്ട വെച്ചാൽ ജനങ്ങളത് വിശ്വസിക്കില്ല. 2500 രൂപ 3000 രൂപയാക്കി പെൻഷൻ വർദ്ധിപ്പിക്കുന്നവർ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അതുപോലും ജനങ്ങൾ വിശ്വസിച്ചിട്ടില്ല. മാത്രമല്ല 2500 രൂപ ആക്കിയതും ജനങ്ങൾ അംഗീകരിച്ചില്ല. ഡിസംബറിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അവർക്കത് മനസ്സിലായി, LDFനെതിരെ അവർ വിധി എഴുതി. ഇനിയിപ്പോൾ നാളെ നടക്കാൻ പോകുന്ന വിധിയെഴുത്ത് അത് UDFന് അനുകൂലമാകുമെന്ന് പറയാൻ കാരണം ഗവൺമെന്റ് വിരുദ്ധ നിലപാട്, ഗവൺമെന്റിനോടുള്ള ജനങ്ങളുടെ വെറുപ്പ്, ഇതെല്ലാം പൊതുവേ നമ്മളെല്ലാവരും ആരോട് 10 പേരിൽ ഒരു 5 പേരുടെ ചോദിച്ചാൽ അതിൽ ഒരാളെങ്കിലും പറയും ഗവൺമെന്റ് മാറണം എന്ന് പറയും. അങ്ങനെയുള്ള ഒരുപാട് ഒരു നിഗമനം നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്, ഗവൺമെന്റ് മാറണം എന്നുള്ള പൊതു നിഗമനം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ വോട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരു നല്ല തരംഗം ഉണ്ടാകുമെന്ന് UDF കരുതുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ്. അപ്പൊ അതൊക്കെ നാളെ എന്താകുമെന്ന് നമുക്കറിയില്ല. പക്ഷെ UDFന് നല്ല പ്രതീക്ഷ ഉണ്ടാകാനുള്ള കാരണം അവർ പറഞ്ഞതെല്ലാം ജനം വിശ്വസിച്ചു എന്ന് അവർക്ക് തോന്നിയതുകൊണ്ടാണ്. അവരെന്തൊക്കെയാണ് പറഞ്ഞത്? VD സതീശൻ പ്രതിപക്ഷ നേതാവായ ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളും ലോക്സഭ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിലൊക്കെ UDFനുണ്ടായ വിജയത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ഉയർത്തിയ മുദ്രാവാക്യങ്ങളുണ്ട്. ആ മുദ്രാവാക്യങ്ങൾ എന്ന് വെച്ചാൽ 5 ഗ്യാരണ്ടി, 2 അവരുടെ പ്രകടന പത്രിക, അതായത് തൊഴിലില്ലായ്മയുടെ കാര്യത്തില്, സ്ത്രീകളുടെ KSRTC ബസ്സിലെ സൗജന്യ യാത്രയുടെ കാര്യത്തില്, കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് മാസം 1000 രൂപ കൊടുക്കുന്ന കാര്യത്തില്, അതുപോലെ തന്നെ ഇൻഷുറൻസ്, ആരോഗ്യ പരിരക്ഷ, 25 ലക്ഷത്തിന്റെ ഇൻഷുറൻസ്, ഇത്രയും ഉമ്മൻചാണ്ടി സ്മാരക ഇൻഷുറൻസ്, ഇത്രയും കാര്യങ്ങളാണ്. ഇതും പിന്നെ വേറെ ഒരു പ്രധാനപ്പെട്ട ഘടകം ഞാൻ പെട്ടെന്ന് മറന്നുപോയി. അങ്ങനെ 5 ഗ്യാരണ്ടിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ 5 ഗ്യാരണ്ടിയിൽ തന്നെ ജനങ്ങൾ UDFന് വോട്ട് ചെയ്തു. ആ വോട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഉള്ളത് എന്താ വെച്ചാൽ അവർ കണ്ട ദിവസവും കണ്ട അവരുടെ ജീവിതാനുഭവങ്ങൾ എന്ന് വെച്ചാല് നമ്മുടെ സിദ്ധാർത്ഥന്റെ മരണം ഉണ്ടല്ലോ, വെറ്ററിനറി കോളേജിലെ റാഗ് ചെയ്യപ്പെട്ട് മരിച്ച സിദ്ധാർത്ഥൻ, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ, പാമ്പാടി കോളേജിലെ പ്രണോയ് എന്നുള്ള ആ കുട്ടിയുടെ മരിച്ചതും അതിന്റെ അമ്മയോടുള്ള ഗവൺമെന്റ് സമീപനവും, പിന്നീടുള്ള റാഗിങ് വിഷയങ്ങൾ, അതുപോലെ നാട്ടിലത്തെ ക്രമസമാധാന പ്രശ്നങ്ങള്, ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങള്, ആശുപത്രിയിലെ പ്രശ്നങ്ങള്, ഒരുപാട് സ്ത്രീ വിരുദ്ധ സമീപനങ്ങൾ, വയറിലൊക്കെ തുന്നിക്കൂട്ടി വിടുക, കത്രിക വെച്ച് വിടുക, പഞ്ഞി വെച്ച് വിടുക, അങ്ങനെ ആരോഗ്യരംഗമൊക്കെ കുളമാക്കിയ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. പോലീസുകാരുടെ തല്ല്, കണ്ണും മൂക്കുമില്ലാതെ പോലീസുകാരെ തല്ലുക, പോലീസുകാരുടെ കോളറയിൽ CPM-കാർ പിടിക്കുക, അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരും DYFI-കാരും കൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലുക, അങ്ങനെ തല്ലുന്നൊക്കെ രക്ഷാപ്രവർത്തനമാണെന്ന് പറയുക. ഇങ്ങനെ ഒരുപാട് ജനങ്ങൾക്ക് ദഹിക്കാൻ പറ്റാത്ത, വെറുക്കുന്ന, അഹങ്കാരത്തിന്റെയും അഹന്തയുടെയും ഒക്കെ ഉദാഹരണങ്ങൾ അവരുടെ മുമ്പിൽ കണ്ടു. അതാണ് ഞാൻ ജീവിതാനുഭവങ്ങൾ എന്ന് പറഞ്ഞത്.
അതൊക്കെ വെച്ചുകൊണ്ട് അവർ വോട്ട് ചെയ്തു. ആ വോട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് KPCC ഓഫീസിൽ ഇന്ന് പന്തലൊരുക്കുന്നത്. ഇന്ന് പന്തലൊരുക്കുന്ന ചില ചാനലുകളൊക്കെ KPCC പന്തലിടുന്നു, നാളെ റിസൾട്ട് വരാൻ പോകുന്നതുള്ളതെന്നാ പറഞ്ഞത്. എക്സിറ്റ് പോൾ ഫലം എന്ന് പറയുന്നത്, എക്സിറ്റ് പോൾ സൂചന എന്ന് പറയുന്നത് അത് അറിയാമല്ലോ, ഒരു ജയത്തിന്റെ വഴി കാണിക്കലാണ്. അതാ നിങ്ങൾ ജയിക്കാൻ പോകുന്നു, തോൽക്കുകയും ചെയ്യാം. അതിൽ ജയം ഉറപ്പൊന്നുള്ളതല്ല, തോൽക്കുകയും ചെയ്യാം. പക്ഷെ എന്തുകൊണ്ട് KPCC ഓഫീസിൽ പന്തലിടുന്നു എന്ന് ചോദിച്ചാൽ KPCCക്ക് ഒരു കണക്ക് കിട്ടിയിട്ടുണ്ട്. എവിടുന്ന് കണക്ക് കിട്ടി? ജനങ്ങളുടെ ഇടയിൽ നിന്ന് കണക്ക് കിട്ടി. അതെന്താ, അങ്ങനെയാണ് ആ കണക്ക്? പ്രാദേശിക തലത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ശേഖരിച്ച കണക്ക് വെച്ചുകൊണ്ട്, അതുപോലെ ഇടതുപക്ഷ സഹയാത്രികർ നൽകിയ അഭിപ്രായങ്ങൾ വെച്ചുകൊണ്ട്, അതുപോലെ സ്ത്രീകൾ ചാനലുകളിലൂടെ നടത്തിയ അഭിപ്രായങ്ങൾ വെച്ചുകൊണ്ട്, നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ മൈക്കുമായിട്ട് സാധാരണക്കാരെ സമീപിക്കുമ്പോൾ അവർ പറഞ്ഞ പ്രതികരണങ്ങൾ വെച്ചുകൊണ്ടൊക്കെയാണ് കണക്ക് കൂട്ടിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ UDF ജയിക്കുമെന്നൊരു ആത്മവിശ്വാസം UDFിനുണ്ട്. അവർ പന്തലിടുന്നു. ഇതുപോലെ അപ്പുറത്ത് രേണുക കാണുന്നുണ്ടോ? ശ്രീമതി രേണുക അപ്പുറത്ത് അവർ പറയും, എന്താണ് പറയുന്നത്? ഞങ്ങൾ ജയിക്കും. ഞങ്ങൾ സാധാരണ ഈ UDF ആണെങ്കിലും LDF ആണെങ്കിലും ഈ ഭരിക്കുന്ന പാർട്ടി അടുത്ത അയ്യാണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന സമ്പ്രദായം നമുക്ക് ഉണ്ടായിരുന്നല്ലോ. അതിന്നൊരു ഒരു ചെറിയൊരു ഇത് മാറ്റം ഉണ്ടായത് 1970-ലാണ് അച്യുതമേനോൻ ഗവൺമെന്റ് ആദ്യത്തെ തുടർഭരണം. അത് അച്യുതമേനോൻ മുഖ്യമന്ത്രി ആയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് പിണറായി വിജയന്റെ തുടർഭരണം എന്ന് പറയാം. പക്ഷെ കേരളത്തിലെ ആദ്യത്തെ തുടർഭരണം 1970 അച്യുതമേനോൻ ഗവൺമെന്റിനാണ്. അപ്പൊ അതിനൊക്കെ ശേഷം ഏതാണ്ട് ഈ അയ്യാണ്ട് ഭരണത്തിനിടയ്ക്ക് LDF UDF ചിന്തിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. അത് അവരുടെ ആ ഒരു ഭരണ കാലാവധി കഴിഞ്ഞാല് പിന്നീട് ആ ഭരിച്ച മുഖ്യമന്ത്രി പറയും, ഞങ്ങളൊരു 72 സീറ്റോടെ വരും തിരിച്ചെന്ന് പറയും. കാരണം എന്താ വെച്ചാൽ അത്ര അവർക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നുള്ളൂ. കാരണം എന്താ, അത് UDF പറഞ്ഞിട്ടുണ്ട്, ഉമ്മൻചാണ്ടിയും പറഞ്ഞിട്ടുണ്ട്. 2016 ഉമ്മൻചാണ്ടി പറഞ്ഞ് നമ്മൾ കഷ്ടിച്ച് ജയിച്ചു വരുന്ന പറഞ്ഞേ. അതുപോലെ 2021 പറഞ്ഞ എന്താണ്, അയ്യാണ്ട് ഭരണത്തിന്റെ ഒരു ഇതിൽ ജയിച്ചു വരുന്നു പറഞ്ഞു. പക്ഷെ അന്ന് കോവിഡ് വന്നു. അന്ന് കോവിഡാണ് LDFനെ തുണച്ചത്. അതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ, ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു 100 സീറ്റിനോട് അടുപ്പിച്ച് കിട്ടും എന്ന കൃത്യമായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് UDF മുന്നോട്ട് പോകുന്നത്. ആ ഒരു പ്രതീക്ഷയും പ്രത്യാശയൊന്നും അപ്പുറത്തെ ക്യാമ്പിൽ കാണുന്നില്ല. നിങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്നു എന്നല്ലാണ്, പക്ഷെ അതുപോലാണ് ഇപ്പുറത്ത് കാണുന്നത്. ഇപ്പുറത്തെ ഒരു ആഹ്ലാദ തരംഗം കാണുന്നില്ലേ? എന്തായാലും മുഖ്യമന്ത്രി ഇന്നലെ മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിമാർക്ക് ആശംസ നേർന്നാണ് ആ മന്ത്രിസഭാ യോഗം പിരിഞ്ഞിരിക്കുന്നത്. ഇന്ന് MV ഗോവിന്ദനും വലിയ ആത്മവിശ്വാസം കാണിക്കുന്നുണ്ട്. പക്ഷേ എക്സിറ്റ് പോളുകൾ പാളിപ്പോയ സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഹരിയാനയിൽ ലഡു വിതരണം ചെയ്തതിന് ശേഷം പിന്നീട് ഫലം വന്നപ്പോൾ ആദ്യ മണിക്കൂറുകളിലെ അനുകൂല സാഹചര്യം മാറുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ അനുഭവങ്ങളൊക്കെ നമുക്ക് മുന്നിൽ ഉണ്ട്. എന്തായാലും താങ്കൾ സൂചിപ്പിച്ചതുപോലെ KPCC ആസ്ഥാനത്ത് പന്തൽ ഉയരുകയാണ്. അത് വലിയ ആത്മവിശ്വാസത്തിന്റെ സൂചനയാണ് എന്നതാണ് അദ്ദേഹം പറയുന്നത്. ആ ആത്മവിശ്വാസത്തിനുള്ള കാരണങ്ങൾ എന്താണ് എന്നതും അദ്ദേഹം വിശദീകരിച്ചു. ശ്രീമതി രേണുക, അതിലെ ഹരിയാനയെ നമ്മൾ ഇതിൽ കൂട്ടിക്കുഴയ്ക്കേണ്ട. അവിടുത്തെ വ്യത്യാസം ഉണ്ടായിരുന്നു. അത് ഒരുപാട് ആക്ഷേപ ആരോപണമൊക്കെ കേട്ടതാണ്. എങ്ങനെയാണ് അവസാന നിമിഷത്തിൽ BJPയിലേക്ക് വോട്ടുകൾ വന്നതെന്നൊക്കെ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതും കേരളമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യണം. ശരി, ഞാനൊരു അനുഭവം എന്താണെന്നുള്ളത് സൂചിപ്പിച്ചതാണ്. എക്സിറ്റ് പോളുകൾ തെറ്റിപ്പോയ അനുഭവം ഉണ്ടല്ലോ നമ്മളുടെ ചരിത്രത്തിൽ തന്നെ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.